ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒർബീസ് വാസസ് സാൾട്ട് എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് വീട്ടിൽ ഒർബീസ് നമ്മൾ സാൾട്ടുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. മച്ചന്മാരെ, നമ്മൾ നമ്മുടെ ഒർബീസുകൾ ഇങ്ങനെ വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തതെന്നുള്ളത് ഒരു വീഡിയോ ഉണ്ട്, അതായത് ഒരു ടൈം ലാപ്സ് പോലെ. അത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്കിതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. അതിനുശേഷം നമ്മൾ 2 പാക്കറ്റ് ഒർബീസാണ് എടുത്തിരിക്കുന്നത്. ഈ 2 പാക്കറ്റ് ഓരോ പാക്കറ്റ് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. 5 രൂപയുടെ പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അധികം പാക്കറ്റ് പൊട്ടിച്ചിടുകയാണെങ്കിൽ അധികം നമുക്ക് ഒർബീസ് വലുതായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പാക്കറ്റായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ലപോലെ പൊട്ടിച്ച് നല്ലപോലെ അതിനകത്ത് ഒട്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ സെറ്റാക്കി കുലുക്കിയൊക്കെ അത് ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ആദ്യത്തെ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടേക്കാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 5ൻ്റെ 2ാമത്തെ പാക്കറ്റ് എടുക്കണം. അത് നമ്മൾ ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണ് ഇച്ചിരി കലക്കടിച്ചത്. വെള്ളം ഇച്ചിരി കലങ്ങിയ വെള്ളമാണ് നമ്മൾ എടുത്തത്. അത് വിഷയമൊന്നുമില്ല, വെള്ളം ഏതായാലും വിഷയമില്ല. ഒർബീസിന് പ്രത്യേകിച്ച് വിഷയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് 2ാമത്തെ പാക്കറ്റും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2ാമത്തെ പാക്കറ്റും ഇട്ടടിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ഒരു 6 മണിക്കൂർ അല്ലെ 7 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു, ഒർബീസ് അടി വന്ന് ചെറിയ ബബിള് പോലെ. പിന്നെ ഇച്ചിരി വലുതാവാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേന് കുറച്ച് അത്യാവശ്യം വലുതായി. അങ്ങനെ ഒരു 6-7 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ഒർബീസ് ഇങ്ങനെയായി കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഫുൾ വലിപ്പം എത്തിയിരിക്കുകയാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ ഒർബീസിലൊരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് മൊത്തം ഉപ്പിട്ട് എടുക്കണം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചേഞ്ച് കണ്ടുവരുന്നത്. അതായത് വെള്ളം കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനകത്ത് വെള്ളം ഇങ്ങനെ കൂടി വരും. ഒർബീസ് ആണെങ്കിൽ പൊട്ടാനും തുടങ്ങും. അതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ചധികം നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വെള്ളമെല്ലാം ഊറി ഇറങ്ങുന്നു. അതേപോലെ ഒർബീസ് അങ്ങ് പൊട്ടിപ്പോകുന്നു. ഒർബീസ് പൊട്ടി ചെറുതായി പോകുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഈ മാങ്ങ നമ്മൾ വെള്ളത്തിയിടുന്ന സമയത്ത് ചെറുതായി പോകുന്നത്. മാങ്ങ ചുരുങ്ങി പോകുന്നത് കാരണം ഇത് തന്നെയാണ്. അതിനകത്തെ വെള്ളം വെളിയിലോട്ട് കളയുന്നതാണ് മാങ്ങ ചെയ്യുന്നത്. അതേപോലെയാണ് ഇതും പൊട്ടാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി പോകുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ മൊത്തം കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേന് തന്നെ മൊത്തം പൊട്ടി ഈ ഒർബീസ് മൊത്തം നശിച്ചു പോകുന്നതാണ്. ചില സമയം നമ്മൾ ഈ വെള്ളത്തിൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒർബീസ് ഒരേപോലെ ആവുന്നത് കാണും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൊത്തം പൊട്ടിപ്പോയേക്കാണ്. ഒർബീസ് മൊത്തം അങ്ങ് പൊട്ടിപ്പോയേക്കാണ്. ഒർബീസ് മൊത്തം ഇളകി പൊട്ടി കിടക്കുന്നതാണ് കാണുന്നത്. കണ്ടില്ലേ മച്ചന്മാരെ, ഇതാണ് നമുക്ക് അവസാനം കിട്ടിയ റിസൾട്ട്. നമ്മുടെ ഒർബീസ് മൊത്തം പൊട്ടിപ്പോയിരിക്കുകയാണ് മച്ചന്മാരെ. ഫ്രണ്ട്സ്, നമ്മുടെ ഒർബീസ് എന്ന് വെച്ചാൽ ഒരു സൂപ്പർ അബ്സോർബൻറ്റ് പോളിമർ, അതായത് നമ്മുടെ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു പോളിമറാണ്. ഈ സൂപ്പർ അബ്സോർബൻറ്റ് പോളിമർ വെള്ളം വലിച്ചെടുത്തിട്ടാണ് ഇത്രയും വലുതായി വരുന്നത്. ഇതിലേക്ക് നമ്മൾ സാൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓസ്മോസിസ് എന്ന പ്രക്രിയയാണ്. അതായത് വെള്ളം വലിച്ചെടുത്ത് വലുതാവുന്നത് വെള്ളം തിരിച്ചു വിടുക. അതായത് ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ഒർബീസിൽ കുറയുകയും വെളിയിൽ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് വെള്ളത്തിന് വെളിയിലേക്ക് പുറന്തള്ളുന്നതാണ്. അതായത് നമ്മുടെ ഈ മാങ്ങയൊക്കെ ഉപ്പിലിടുന്ന സമയത്ത് ചുരുങ്ങി പോകുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നല്ല കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനി നല്ല വീഡിയോകൾ കാണാം എന്ന പ്രതീക്ഷയിൽ മാഹിൻ സൈനിങ് ഔട്ട്.